ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ചെടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ 10 മണി 1 ദിറംസിന് ഞാന് മേടിച്ചതാണ്. അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് പിടിപ്പിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ റെഡ് റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ചീരയാണേ. ബാക്കി ചീരയെല്ലാം ചീത്തയായിപ്പോയി. 1, 2 എണ്ണം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിപ്പുണ്ട്. പിന്നെ 10 മണിക്ക് പറ്റിയൊരു ടൈമാണ്. അത് മാത്രം നന്നായിട്ട് വളരുന്നുണ്ട്. പൂക്കള് കുറവാണ്. ചൂട് കൂടുമ്പോൾ പൂക്കളും കുറയും. രാവിലെ വീടിന്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മാധവൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. എത്ര അടുക്കി വെച്ചാലും ഇങ്ങനെയാണ് അവൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇന്ന് പക്ഷേ അത്രയ്ക്കൊന്നും ഭീകരമല്ല. ചില ദിവസങ്ങളിൽ നല്ല രസമായിരിക്കും. ഞാൻ എല്ലാ ദിവസവും ഒന്നും അടുക്കി പെറുക്കി അറേഞ്ച് ചെയ്തൊന്നും വെക്കാറില്ല. ചില ദിവസങ്ങള് എനിക്ക് ഭയങ്കര എനർജി കേറിയിട്ട് ഞാൻ എല്ലാം ഒന്ന് ശരിയാക്കി വെക്കും. പക്ഷേ അത് നിമിഷ നേരം കൊണ്ട് അത് ചീത്തയായി പോവുകയും ചെയ്യും. കാരണം കൊച്ചുണ്ടല്ലോ. ഈ അലോക്കേഷൻ ഞാന് ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചത് ഏപ്രിലിലാണേ. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ 2 മാസമായി. അന്ന് ഇതിലുള്ള ലീവ്സ് എല്ലാം പോയി. ഈ 2 ലീവ്സും പുതിയതായിട്ട് വന്നതാണ്. ഈ ഒരു മെത്തേഡ് അപ്പൊ സക്സസ് ആയി. ഞാൻ ഓർത്ത് ഈ പ്ലാന്റ് ചിലപ്പോൾ പോകുമായിരിക്കുമെന്ന്. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഇതങ്ങ് സക്സസ് ആയി. നന്നായിട്ട് കിളുക്കുകയും ചെയ്തു. നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ചീര. ചീര എപ്പളും കാണാം. പിന്നെ ഇവിടെ ഇത് സത്യത്തിൽ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. 1 ദിറംസ് അല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും മതി 2 നേരത്തേക്ക് കഴിക്കാൻ വേണ്ടി. മിക്കപ്പോഴും ചീരയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ രാവിലെ അപ്പം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കറി വന്നിട്ട് മുട്ടക്കറിയാണേ. അതും അമ്മ സെറ്റായിട്ടുണ്ട്. അമ്മയുള്ളതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ഓർത്തും തല പുകയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് സത്യത്തിൽ അപ്പത്തിന്റെ കൂടെ, എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ആണെങ്കിൽ അപ്പത്തിന്റെ കൂടെ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ രാവിലെ ഈ കറികളൊന്നും സെറ്റായി കിട്ടത്തില്ല. അല്ലെ പിന്നെ തലേദിവസമേ ഉണ്ടാക്കി വെക്കണം. ഈ വണ്ടിയാണെ മാധവൻ വെറുതെ ഓണാക്കി വെക്കും. അതെങ്ങാനും കൺട്രോള് പോയി കഴിഞ്ഞാൽ എൻ്റെ പൂജാ സ്റ്റാൻഡ് ഉൾപ്പെടെ ആ ചെടി സഹിതം പോവും. പിന്നെ അവനോട് ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ അതേ ചെയ്യുള്ളൂ. പിന്നെ ഓണാക്കുന്ന അവനാണേലും ഓഫാക്കാൻ അത് അവനറിയത്തില്ല കേട്ടോ. പിന്നെ അവിടെ കിടന്ന് തപ്പല. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ വീലേ വരെ കയറി പിടിക്കുന്നുണ്ട്. അത് ആ സ്വിച്ച് ഒന്ന് ഓഫാക്കിയാൽ പോരെ. സമ്മതിക്കുകയില്ല. അമ്മ പറയാണേ, ഈ റാം കെയർ ഓഫ് ആനന്ദി ബുക്കില്ലേ, അതെഴുതിയ അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഞാനിത് വായിച്ചു തീർന്നില്ല. അമ്മ ഇത് ഫുള്ള് വായിച്ചു തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് അതിൽ കുത്തി വരച്ചിട്ടുണ്ട് മാധവൻ. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്ന പോകണം. നമ്മുടെ സ്റ്റൗ ഒന്ന് മാറ്റണം. സ്റ്റൗ വർക്കിംഗ് ആണ് ഇപ്പോഴത്തെ, പക്ഷെ അതങ്ങ് പഴയതാണ്. ഇപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കാൻ പോയതാണേ. എനിക്കിതുപോലെ ഈ ഹോം അപ്ലയൻസ് ഒക്കെ മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നേരെ മറിച്ച് ചിലർക്കാണെങ്കിൽ ഡ്രസ്സ് മേടിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഗോൾഡൊക്കെ മേടിക്കുക, അതൊക്കെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്താ പറയുക മേടിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന അച്ഛനാണ്. എല്ലാ വീട്ടിലും അച്ഛനാണ് മേടിക്കുന്നത്. പക്ഷെ നമ്മുടെ അച്ഛൻ എല്ലാ ക്യാൻറ്റീനിൽ പോയിട്ട് അച്ഛന് എന്താ പറയുക അഫോർഡബിളായിട്ട് അച്ഛൻ അതിൻ്റെ ഭംഗിയോ അത് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നോക്കിയില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ മേടിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തോണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മാതാൻ അവിടെ ഒരു പൊട്ടി ബോക്സ് കണ്ടേ. കണ്ടപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന് 40 ദിറംസാണ്. നമുക്ക് ഓൾറെഡി മാധവനോട് ഒരു പൊട്ടി ബോക്സ് ഉണ്ട്. പക്ഷേ അന്ന് ഇത് കണ്ടിരുന്ന ഇത് മേടിക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവർക്കൊരു ഇൻട്രസ്റ്റ് ആവും പൊട്ടിയിടാൻ. ഇതെന്തോ 60 ദിറം സംതിങ് ആണ്. ഇപ്പം എന്തോ ഓഫറിൽ ഇട്ടേക്കുന്നതാണ്. ഓൺലൈനും ഞങ്ങൾ നോക്കിയപ്പം സെയിം റേറ്റ് ആണ്. മേടിക്കണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓർത്തു എന്തിനാണ്, ഒരെണ്ണം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റൗ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസും കൂടെ കണക്ട് ചെയ്താൽ മതി. അതിപ്പോൾ ഇവിടുത്തെ സേവ അവരെ തന്നെ വിളിക്കണം. നമ്മുടെ ഇവിടുത്തെ കിച്ചൺ വളരെ ചെറുതാണ്. ബാക്കി റൂംസും ഒക്കെ സ്പേഷ്യസ് ആണെങ്കിലും കിച്ചൺ വളരെ ചെറുതാണ്. അങ്ങനെ ഇന്ന് ഫുള്ള് സമയം പോയി കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. രാവിലെ ചീരയില ഇങ്ങനെ കഴുകി വെച്ചോണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിട്ടുണ്ട്. ഇനിയിപ്പം അതും ചീര പെട്ടെന്നാവുമല്ലോ, വലിയ ടൈമൊന്നും ഇല്ലല്ലോ. ഞാൻ നാട്ടിലായിരുന്നപ്പം ചീര ഇങ്ങനെ കയ്യോറയൊക്കെ ഇട്ടാണ് അരിയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടുമല്ലോ. എനിക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു.
പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ എല്ലാം ചോപ്പിംഗ് ബോർഡിലാ. മറ്റേത് നല്ലതല്ലെന്നാണല്ലോ ഇപ്പൊ എല്ലാരും പറയുന്നത്. പ്ലാസ്റ്റിക് അല്ലേ. പിന്നെ മീനിന്റെ തണുപ്പ് എന്തായാലും പോയില്ല. പിന്നെ ഇവിടുത്തെ പൈപ്പ് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. അപ്പത്തേനും നമ്മുടെ മീനിന്റെ ഐസൊക്കെ പോയി കിട്ടും. കാരണം നല്ല തിളച്ച വെള്ളമാണ് പൈപ്പിൽ വരുന്നത്. ചീരയുടെ അരിയിലാണ് മെയിൻ പരിപാടി. ഇവിടെ പിന്നെ അധികം ഇല്ലല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ 2-3 കെട്ടൊക്കെ അരിയണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. പിന്നെ ഇതിന്റെ കമ്പ് കളയുകയില്ല. അമ്മ അത് അവിയലിനകത്തൊക്കെ ഇടുവേ. അപ്പോൾ കമ്പങ്ങ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്ക്. അവിയൽ വെക്കുമ്പോൾ ഇനിയിപ്പോൾ നാളെ വല്ല അവിയൽ വെക്കുമായിരിക്കും. അന്നേരം ഈ കമ്പൊക്കെ അങ്ങ് ഇടും. നല്ലതാണല്ലോ. വെന്ത് കിട്ടുമ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. കുറച്ച് അരപ്പ് മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കല്ലേലാണ് ചെയ്യുന്നത്. നമുക്കിവിടെ തേങ്ങയൊന്നും ചേരണ്ടണ്ട കേട്ടോ. എല്ലാം അങ്ങനെ ചേരണ്ടി കിട്ടും. അതുകൊണ്ട് ആ ബോക്സ് അങ്ങ് ആവശ്യത്തിനനുസരിച്ച് അങ്ങ് മേടിച്ച് വെച്ചാൽ മതി. നാട്ടിലാണ് തേങ്ങ ചേരണ്ടുന്നതാണ് ഏറ്റവും വലിയ പണി. എനിക്ക് തോന്നുന്നു തേങ്ങ ചേരണ്ടുന്ന ഒരു പരിപാടി കേട്ടോ. നിന്നങ്ങ് മടുക്കും. ഇരുന്ന് ചിരണ്ടിയാലും കുറേ കഴിയുമ്പോൾ അങ്ങ് നടുവൊക്കെ അങ്ങ് വേദനിക്കാൻ തുടങ്ങും. ഞാനിവിടെ നോൺ സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളാണ്. എനിക്കെന്തോ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതോട് വലിയ താല്പര്യമില്ല. ഞാനൊരു എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ചീര അരിഞ്ഞതും പിന്നെ അരപ്പും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇതിനകത്തോട്ട് ഇടുന്നത്. ചിലർ ഞാൻ ചെയ്യുന്നത് കണ്ടുണ്ട്. തേങ്ങ അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ചീരയില ഇട്ട് കൊടുക്കുന്ന കാണാം. എന്തായാലും സെയിമാന്ന് തോന്നുന്നു. ഞാനിങ്ങനെയാണ് ഇടുന്നത്. ഇനി നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയണേ. ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊന്ന് ആവി കയറിയാൽ നമ്മുടെ ചീരത്തോരൻ റെഡിയാവും. ഇതുവരെ ഉപ്പ് ചേർത്തില്ലായിരുന്നു. എനിക്ക് ഉപ്പ് ചേർക്കാൻ പേടിയാണ്. ഞാൻ എപ്പോൾ ചേർത്താലും കൂടി പോകും. അതുകൊണ്ട് ഞാൻ അവസാനം ആക്കാമെന്ന് വെച്ചു. നോക്കി ഇട്ടാൽ മതിയല്ലോ. ഇനിയിപ്പം പുളിശ്ശേരിക്കുള്ള അരപ്പ് ശരിയാക്കണം. ചില ദിവസങ്ങളിൽ ഞാൻ തേങ്ങ ചേർക്കാതെ പുളിശ്ശേരി ഉണ്ടാക്കും. ചില ദിവസം എനിക്ക് തേങ്ങ ചേർത്ത പുളിശ്ശേരി ഇഷ്ടം. ഞാൻ വെക്കുന്ന പുളിശ്ശേരി അത്ര വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അമ്മ വെക്കുന്നതാണ്. ചില ദിവസം തൈര് അടിപൊളിയാണെങ്കിൽ നല്ല പുളിശ്ശേരി ആയിരിക്കും. ഇവിടുത്തെ അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ ഉറയൊക്കെ ഒഴിച്ച് ചില ദിവസങ്ങൾ നല്ല തൈരൊക്കെ കിട്ടും. അന്നേരം ഇങ്ങനെ തേങ്ങയും കൂടെ അരച്ച് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് പിന്നെ ഒരുപാട് പച്ചക്കറികളോട് വലിയ കമ്പമില്ല. ഇതുപോലെ ചീര, പുളിശ്ശേരി, ഒരു മീൻ വറുത്തം ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ ഒന്നും കഴിക്കാത്ത ഇതാ. പാവയ്ക്കയും വെണ്ടയ്ക്കയും ഒന്നും ഞാൻ കഴിക്കത്തേ ഇല്ല. മീൻ ഇടാൻ വേണ്ടി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, പെരുംജീരകം ഒക്കെ ഇട്ടൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ആ മീൻ വറുക്കുന്നതിനകത്തോട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കല്യാണം കഴിച്ചാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടുക്കളയിൽ വെച്ചുണ്ടാക്കാൻ തന്നെ തുടങ്ങിയത്. അതും ഇവിടെ വന്നിട്ട്, അതായത് കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞ്. അന്നേരമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മളിവിടെ UAE വന്നപ്പോഴാണ്. അതിന് മുൻപ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല. കല്യാണത്തിന് മുമ്പാണ് അച്ഛനെ എപ്പോഴും വഴക്കായിരുന്നു. രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ വഴക്ക്. രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറിക്കോളും. അന്നേരം എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. കാര്യം നമ്മൾ കല്യാണം കഴിക്കുന്നത് അടുക്കളപ്പണി ചെയ്യാനാണോ? അറിയില്ലല്ലോ. പിന്നെ ഇവിടെ വന്ന് എന്തായാലും കുക്കിംഗ് പഠിക്കണമല്ലോ. എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കണ്ടേ. പിന്നെ എനിക്കങ്ങനെ മടിയൊന്നുമില്ല. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഞാനായിട്ടെല്ലാം ചെയ്യും. അപ്പോൾ പിന്നെ വെറുതെ നമ്മളെ ഉന്തിത്തള്ളേണ്ട കാര്യമില്ല. ഇപ്പം അത് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് മടിയാണ്. പക്ഷെ എനിക്ക് തോന്നിയാൽ ഞാനെല്ലാം ചെയ്തോളും. പക്ഷെ ആരും ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല. ഇനിയിപ്പം പുളിശ്ശേരിക്കുള്ള തൈരൊന്ന് ഉടച്ച് വെക്കണം. പിന്നെ ഒന്ന് അരപ്പും ആക്കി വെക്കണം. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീനും കൂടെ വറുത്താൽ മതി. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നേ. അപ്പം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്നുള്ളൊരു പോസ്റ്റായിരുന്നു, ക്യാപ്ഷനായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ എന്താ പറയുക 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. അധികം ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. ഞാനതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതിയായിരുന്നു. പിന്നെ 2 ക്വസ്റ്റ്യനല്ലേ വന്നുള്ളൂ. അതിൽ ഇഷ എന്നാന്ന് തോന്നുന്നു. ഇഷ എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ചോദിച്ചത്, ഇനി ചേച്ചിയാണോ അതോ അനിയത്തിയാണോ എന്നറിയത്തില്ല. കാരണം നമുക്ക് യൂട്യൂബിലെ കമൻസ് ഇടുന്നവരുടെ എല്ലാവരുടെയും പ്രൊഫൈലിലെ പേരുകൾ പല ടൈപ്പാണ്. ചിലരുടെ നമുക്ക് മനസ്സിലാവും, അവർക്കൊരു പ്രൊഫൈൽ പിക്കൊക്കെ കാണും. ചിലരുടെ ഒന്നും തന്നെ മനസ്സിലാകത്തില്ല. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ. ഒരു 7 മാസം മുൻപാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അച്ഛൻ. നേരത്തെ അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും
ഇപ്പൊ ഇല്ല. അച്ഛൻ്റെ അച്ഛനും മരിച്ചിട്ട് ഇപ്പൊ ഒരു 7 മാസം ആകുന്നു. ഇപ്പൊ അമ്മയാണെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ യുഎയിലാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് അമ്മയുടെ അനിയത്തിയും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് ചോദിച്ചാൽ നാട്ടില് ജോലിയൊക്കെ കിട്ടി നിൽക്കാൻ ഇഷ്ടമാണോന്ന്? ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് നാട്ടില് എങ്ങനെയും ഒന്ന് ജോലിയാവാൻ. എന്തേലും ഒരു ജോലി തൊട്ടടുത്തോ എവിടെയേലും. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒന്നും സെറ്റായി കിട്ടിയിട്ടേ ഇല്ല. പിന്നെ ഞാന് പഠിച്ചിറങ്ങിയ സമയം ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമായി. ആ സമയത്ത് തന്നെയാണ് കോവിഡ് വന്നത്. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ കോവിഡ് അതങ്ങ് 1, 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻ്റായി, മാധവനായി. പിന്നെ നല്ല ബ്രേക്ക് എനിക്ക് വന്നു. ഇപ്പൊ പിന്നെ ഞാനങ്ങനെ ജോലി കാര്യമായിട്ട് നോക്കുന്നില്ല. ചങ്ങനാശ്ശേരിയാണ് വീടെന്ന് പറഞ്ഞു. വീട്ടിൽ വരാമോ? അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ചെടിയൊക്കെ ആയിട്ട് വരാമോ? സത്യത്തില് എൻ്റെ വീട്ടിലിപ്പോൾ ചെടിയൊക്കെ ഉണ്ടോന്ന് തന്നെ എനിക്കറിയത്തില്ല. പണ്ടായിരുന്നെ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. ഇപ്പം അറിയില്ല. ഇനി എങ്ങാനും അറിയില്ല നമ്മള് കാണാൻ പറ്റുമോന്ന്. നാട്ടിൽ വരുന്നത് ഇനി എന്നാണെന്ന് അറിയത്തില്ല. എനിക്ക് വരണമെന്നുണ്ട്. എന്തേലും കാര്യമുണ്ടേ വരും. ഇല്ലേ ഇല്ല. ഇല്ലേ നവംബറൊക്കെ ആവും വരാന്. പിന്നെ രണ്ടാമത് വന്നൊരു ക്വസ്റ്റ്യൻ അതാരാ ചോദിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ പഠിച്ചതെന്ന്. ഞാന് എംഎസ്സി മൈക്രോബയോളജി വരെ പഠിച്ചിട്ടുണ്ട്. അമൃതയിലാണ് പഠിച്ചത് കേട്ടോ, കൊല്ലം വള്ളിക്കാവ്. അതങ്ങനെ ചോദിക്കാൻ കാരണം കൃഷി സംബന്ധമായാണ് ഞാൻ പഠിച്ചതെന്ന്. അല്ല കേട്ടോ, സത്യത്തിൽ അത് വല്ലതും പഠിക്കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഇതങ്ങനെ ഒന്നും തോന്നിയില്ല. എന്താ പറയുക, ആരെങ്കിലും സത്യത്തിൽ ഇതിലൊക്കെ ഇറങ്ങി തിരിച്ചത് തന്നെ ഞാൻ എൻ്റെ എംഎസ്സി കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട്. പണ്ടും ചെടി വെക്കുമെങ്കിലും കാര്യമാണെങ്കിൽ കൂടുതലായിട്ട് ചെയ്തു വന്നത് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഈ എടുത്ത കോഴ്സും ഞാൻ എൻ്റെ താല്പര്യപ്രകാരമല്ല. അച്ഛൻ പുറത്തൊന്നും വിട്ടൊന്നും പഠിപ്പിക്കുകയില്ലായിരുന്നു. ഇവിടെ നമ്മുടെ കേരളത്തിൽ തൊട്ടടുത്തൊക്കെ തന്നെ. അങ്ങനെയാണ് ഇവിടെ കൊണ്ട് ചേർത്തത്. എനിക്കിതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുമാത്രമല്ല ഇതിൽ സ്കോപ്പെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അത് എന്താ പറയുക, റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പുണ്ട്. പിന്നെ ഇത് നല്ല അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ജോലിയൊന്നും കിട്ടത്തില്ല. കിട്ടുന്നവരുണ്ട് കേട്ടോ. എൻ്റെ കാര്യത്തിലും സെറ്റായിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലാട്ടോ കൂടുതലും. പക്ഷെ എല്ലാത്തിലും നമ്മൾ എത്രയൊക്കെ എലിജിബിൾ ആണെങ്കിലും ഒന്നെങ്കിൽ അത് എന്തേലും എന്താ പറയുക, നമുക്ക് ആരെങ്കിലും നമ്മളെ റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകെ പോവാത്തത്. ഞാൻ അത്യാവശ്യം നല്ല ഫീസൊക്കെ കൊടുത്താണ് പഠിച്ചത്. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് വേറെ ഫീൽഡായിരുന്നു. എനിക്ക് നേഴ്സിംഗ് ഒക്കെ ആയിരുന്നു ഇഷ്ടം. അതാകുമ്പോൾ ജോലി കിട്ടുമല്ലോ. പക്ഷെ അച്ഛൻ എന്നെ നേഴ്സിങ്ങിന് വിടത്തില്ലായിരുന്നു. അതുമാത്രമല്ല 2020 ഞാൻ ദുബായിൽ വന്നപ്പോൾ, ഞാൻ ഹസ്ബൻഡ് കൂടെ വന്നപ്പോൾ ആ സമയത്ത് അത്യാവശ്യം സ്കോപ്പ് ഉള്ള ഒരു ടൈമായിരുന്നു. ഒരുപാട് ഓപ്പണിങ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്ന സമയം അഴുക്കായിരുന്നു. കാരണം ഞാൻ വന്നു, അതൊരു വലിയ ഇൻ്റർവ്യൂ ഒന്നും അല്ലായിരുന്നു. എന്നാലും ചെറിയ ഇൻ്റർവ്യൂ ആയിരുന്നു. അന്നേരം എന്നോട് കയറിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ജസ്റ്റ് വന്നതല്ലേ ഉള്ളൂ. വേറെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അന്നേരം ജോയിൻ ചെയ്തില്ല. വേണേൽ ജോയിൻ ചെയ്യാമായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്നത്. പിന്നെ എനിക്ക് അങ്ങോട്ട് വേറെ അതും ട്രൈ ചെയ്യാൻ പറ്റിയില്ല, വേറെ ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അധികം താമസിക്കാതെ തന്നെ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവുമായിരുന്നു. അഗ്രികൾച്ചർ റിലേറ്റഡ് എന്തെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടുകാർ വരെ ചോദിച്ചിട്ടുണ്ട്, അത് വല്ലതും പഠിച്ചാൽ പോരായിരുന്നു എന്ന്. കാരണം എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ്. എന്തായാലും അതൊന്നും സാധിച്ചില്ല. എന്തായാലും നമുക്ക് എപ്പോഴും എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെല്ലണമെന്നില്ലല്ലോ. പിന്നെ അത് സാരമില്ല, ഇപ്പം ഇത്രയൊക്കെ ആയി, കുഴപ്പമില്ല. പിന്നെ ചില സമയത്ത് തോന്നും, എന്താ പറയുക, ജോലി ചെയ്യാത്തതല്ല, ആ ഒരു സമയത്ത് ഒരു ബ്രേക്ക് വന്നത്. ഇപ്പം എനിക്ക് നല്ല ബ്രേക്കുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ എനിക്കിപ്പോൾ നല്ല മടിയാണ്. എനിക്ക് ഇനി അങ്ങോട്ടൊരു പോക്കില്ല. കാരണം ഇത്രയായി. പിന്നെ മടിയുണ്ട്. പക്ഷെ ആ ഒരു സമയം കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ എന്താ പറയുക, അങ്ങനെ കോവിഡ് വന്നിട്ടും ട്രൈ ചെയ്തിട്ട് കിട്ടിയവരുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എൻ്റെ കാര്യത്തിൽ ആ കോവിഡും പ്രഗ്നൻസിയും ഒക്കെ അടുപ്പിച്ച് വന്നോണ്ടാണ് പിന്നെ എനിക്ക് അങ്ങോട്ടൊരു മടി വന്നത്. നമുക്ക് എന്താ പറയുക, ഇവിടെ ഇപ്പം എന്താ പറയുക, ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഫ്രഷേഴ്സിനെയാണ് കൂടുതൽ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം, ബ്രേക്ക് പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് ജനറൽ മൈക്രോബയോളജി ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡ്, അതായത് DHA അങ്ങനെയും എനിക്കധികം പറ്റത്തില്ല. ജനറൽ അഥവാ പഠിച്ചെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് DHA എഴുതി അങ്ങനെയെങ്കിലും നോക്കാം. പിന്നെ ഞാൻ അതും ട്രൈ ചെയ്യുന്നു. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം DHAയിൽ അങ്ങനെ ഓപ്പണിങ്സ് വളരെ കുറവാണ്.
എങ്ങാനും എന്താ പറയാ വർഷത്തില് അങ്ങനെ 1, 2 ഇതിലൊക്കെ ഇങ്ങനെ കണ്ടാലായി. എന്തായാലും അതൊക്കെ പോട്ടെ. ഈ ഡേറ്റ്സ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തവണ നമ്മള് വാദി ഷീസ് കോർഫക്കാനിൽ പോയപ്പോ നമുക്ക് അവര് തന്ന ഡേറ്റ്സ് ആണേ. അപ്പം നമുക്ക് അത് എന്നെ ചെയ്യണോന്ന് അറിയത്തില്ല. പിന്നെ വിജു അത് യൂട്യൂബിലൊക്കെ നോക്കി എന്താ പറയാ എണ്ണ തേച്ച് വെ അതായത് ഷെയ്ഡില് വെച്ച് ഉണക്കിയെടുക്കാന്നൊക്കെയാണ് കരുതിയിരിക്കുന്നെ. എന്തായാലും ഒന്ന് വെച്ച് നോക്കാന്നൊക്കെ കരുതിയാണ്. ആദ്യത്തെ ഒരു ചെറിയ സെക്ഷൻ ഒന്ന് വെച്ച് നോക്കി. അത് പിന്നെ ആയിട്ടുണ്ട്. നമ്മള് സാധാരണ ഷോപ്പിൽ മേടിക്കുന്ന ടൈപ്പ് ടേസ്റ്റ് അല്ല കേട്ടോ. വേറൊരു ടേസ്റ്റ്. പക്ഷെ നല്ലതാണ്. ഞാനിതങ്ങ് ഉണക്കാൻ വെക്കുവാ. ഒന്നാമതെ ഈ ബാൽക്കണിയിൽ ഒട്ടും സ്പേസ് ഇല്ല. കാരണം ചെടികളൊക്കെ ഇരിക്കുന്നോണ്ടേ. ഇനിയിപ്പോ ഞാനും വിച്ചുവും കൂടെ നമ്മുടെ ദുബായ് ഐക്കയിലോട്ടൊന്ന് പോവാണേ. കാരണം നമ്മുടെ സോഫ അത് കുറേ ആയി. അതങ്ങ് ചീത്തയായി. അപ്പോൾ അത് എന്തേലുമൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതിയാണ് പോകുന്നത്. നമ്മളങ്ങനെ ഐക്യ അല്ലെങ്കിൽ നമ്മുടെ സഫാരി ഫർണിച്ചർ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. അതിലേതേലും ഒന്ന് ചൂസ് ചെയ്യാമെന്ന് കരുതി പോവാ. ഞാൻ ആദ്യമായിട്ടാണ് ഐക്യയിൽ പോകുന്നത്. ഞാൻ ഐക്യ കണ്ടിട്ടുള്ളത് പലരുടെ യൂട്യൂബ് വീഡിയോസിലാട്ടോ. അത് കണ്ടപ്പോഴേ ഞാൻ ഐക്യ ഫാനാണ്. കാരണം അവിടെ നമുക്ക് എന്താ പറയുക, നമ്മൾ എങ്ങും കാണാത്ത രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണല്ലോ. എനിക്ക് കാണുമ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുക്കാൻ തോന്നും. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഐക്യ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമ്മൾ അവിടെ സെറ്റിലാവാൻ നോക്കുന്നവർക്ക് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ മേടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ റെൻറ്റിനാണ് താമസിക്കുന്നത്. ഇവിടെ നമ്മൾ സെറ്റിലാവുമെന്ന് പോലും ഉറപ്പില്ല. അപ്പം നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കുമ്പോൾ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് ഇടണമല്ലോ. ഇപ്പോൾ സോഫ വീട്ടിലേ പോയി, അതുകൊണ്ടാണ് നമ്മൾ വന്നത്. ഇവിടെ വന്നപ്പം എനിക്ക് സോഫ വേണം, എന്താ ഡ്രസ്സിങ് ടേബിൾ വേണം, പിന്നെ പ്ലാന്റ്സ് വെക്കുന്ന സ്റ്റാൻഡ് വേണം, പിന്നെ ഡൈനിങ് ടേബിൾ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ പല പല ചിന്തകളാണ്. ഈ ഒരു സെറ്റിന് വരുന്നത് 3000 സംതിങ് ദിറംസ് ആണ്. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ച, അതായത് ചൂസ് ചെയ്ത സോഫ. നമ്മൾ കുറേ നോക്കി. എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഒന്നെങ്കിൽ 4000ൻ്റെ എത്രയിലൊക്കെ ദിറംസ് ആയിരിക്കും. പക്ഷെ അതിനുള്ള ആ റേറ്റിനുള്ള അതിലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് പറ്റുന്ന ഇത് 1000 സംതിങ് റേഞ്ച് വരുന്ന ഒരു സോഫ സെറ്റാണ്. പിന്നെ ഞാൻ ഇതുപോലെയൊക്കെ വേണമെന്ന് വിച്ചുവിനോട് പറഞ്ഞു. വിച്ചു പറഞ്ഞു, നീ ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്ക്. നമുക്ക് എന്തെങ്കിലും ഇനി നമ്മൾ വേറെ വീട് വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ പ്ലാൻ ഔട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷനൊക്കെ നടത്തിയാൽ ചെറുതൊക്കെ നടക്കും കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ ഐഡിയാസൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഇങ്ങനെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ അത് വലിയ താമസമില്ലാതെ എനിക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമല്ല ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാനിങ്ങനെ നമ്മളിനി എങ്ങാനും വീട് വെക്കണമെന്ന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നമുക്കൊരു വീടുണ്ടല്ലോ. ഇനി എങ്ങാനും ആ വീട് മാറേണ്ടി വരുവാണെങ്കിൽ, നമുക്ക് നല്ല വീടൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസെപ്റ്റിലായിരിക്കും ഞാൻ എന്തായാലും വെക്കുന്നത്. പിന്നെ അവിടെ ചെറിയ ചെറിയ സാധനത്തിനൊക്കെ അത്യാവശ്യം ഓഫർ പ്രൈസിൽ കിടപ്പുണ്ട്. പിന്നെ ഐക്കയുടെ പ്രോഡക്ട്സിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇതിൻ്റെ ഇതേ ഡ്യൂപ്പ് സാധനങ്ങൾ നമ്മുടെ തൊട്ടടുത്ത ഡേ ടു ഡേ അല്ലെങ്കിൽ വേറെ ഷോപ്പിലുണ്ട്. പക്ഷെ അത് കണ്ടാലേ അറിയാം അതൊരു അങ്ങനത്തെ പ്രൊഡക്റ്റാണ്. പക്ഷെ ഐക്കയുടെ എല്ലാത്തിനും എനിക്കറിയാൻ പാടില്ല, എന്തോ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. എന്നാലും ഇവിടെ വരുന്നവരൊക്കെ ഓരോ എന്താ പറയുക സോഫയിൽ കട്ടിലയിൽ എല്ലാം ഇരുന്നും കിടന്നും ഒക്കെ ഫോട്ടോസ് എടുക്കുകയാണ് മെയിൻ പരിപാടി. പർച്ചേസിങ് വളരെ കുറവാണ്. ഇതെല്ലാം ഒന്ന് കണ്ട് കേട്ട് പോവുക, അതാണ് എല്ലാവരുടെയും ഒരു എന്താ പറയുക ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുമുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ലിവിങ് റൂം എങ്ങനെയാണ് ഡെക്കർ ചെയ്യേണ്ടത്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അല്ലെങ്കിൽ ബെഡ്റൂം, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ബോർഡ്, എന്തൊക്കെ പറയാം, പിന്നെ കിച്ചണ്, എന്താ പറയുക, എല്ലാം അതിൻ്റേതായ വളരെ ചെറുതാണ് എല്ലാം. പക്ഷേ എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കട്ടിലെല്ലാം കാണുമ്പോൾ പറയും നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം. എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ അതും കൂടെ ഒന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ ഫോട്ടോ എടുത്തോ, നമുക്ക് മാറാം, എപ്പോഴേലൊക്കെ മാറാം. ഇത് വന്നിട്ട് എന്തോ 3500 ദിറംസ് റേഞ്ച് വരുന്ന ഒരു സെറ്റാട്ടോ. കട്ടിൽ, അതിൻ്റെ ലൈറ്റ്, മേളിൽ ഹാങ് ചെയ്തേക്കുന്ന ലൈറ്റ് എല്ലാം വെറൈറ്റിയാണ്. ഇതും ഒരു ബെഡ്റൂം സെറ്റാണ്. പക്ഷേ ഇത്
ഇത് കണ്ടോ? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ന്യൂ ബോൺ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഡയപ്പറും ചേഞ്ച് ചെയ്യാനാ. ഞാനിത് കണ്ടുള്ളത് നമ്മുടെ പുറത്ത് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതാണ് കണ്ടുള്ളത്. അതായത് ഡയപ്പർ വെക്കാനൊരു ബോക്സ്, പിന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ. നമ്മൾ സാധാരണ കട്ടിലേലല്ലേ എല്ലാം മാറ്റുന്നത്. പിന്നെ അവരുടെ ഡ്രസ്സ്, പിന്നെ അവരുടെ പേരൊക്കെ എഴുതി, പിന്നെ മുകളിൽ എന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങൾ ഹാങ് ചെയ്ത്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ ഒരു 4 മണിയായപ്പോൾ വന്നതാണ്. ഇപ്പോൾ സമയം ഒരു 7, 7:30 ആയി. ഇനിയിപ്പം നമ്മൾ ടയേർഡായി. അത് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. അത് നമ്മൾ ഓർഡർ കൊടുത്തു. അതൊരു 1, 2 ദിവസത്തിനുള്ളിൽ അവർ ഡെലിവറി ചെയ്യും വീട്ടിൽ തന്നെ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.